അല്ല, ഇപ്പോൾ ശരിക്കും ആശങ്കയുടെ ആവശ്യമില്ല. കാരണം ഇതൊരു ഒരു പ്രിലിമിനറി സ്റ്റഡീസ് ഓൾറെഡി CIFT മുതലുള്ള സ്ഥാപനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവർ നമ്മുടെ ഇപ്പോൾ തീരത്ത് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള മത്സ്യങ്ങൾ ശേഖരിച്ചിട്ട് അവർ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചെയ്തിരിക്കുന്ന ടെസ്റ്റുകളിൽ നിന്നും നമുക്ക് ഇങ്ങനെയുള്ള കണ്ടാമിനൻസിൻ്റെ സാന്നിധ്യമൊന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കഴിക്കുന്നതിന് ശരിക്കും റിസ്ക് ഒന്നും നിലവിലില്ല എന്ന് തന്നെ നമുക്ക് പറയാം. പക്ഷേ ഇതിപ്പോൾ ആ 2 കപ്പൽ അപകടങ്ങൾ സംഭവിച്ചിരിക്കുന്നത് ഏതാണ്ട് 50 നോട്ടിക്കൽ മൈൽ ദൂരത്തിലാണ്. അപ്പോൾ അതിന് ചുറ്റും ഏതാണ്ട് 20 നോട്ടിക്കൽ മൈൽ ചുറ്റളവിൽ ഫിഷിംഗ് ബാൻ ചെയ്തിട്ടുണ്ട് ഗവൺമെൻറ്. അപ്പോൾ ശരിക്കും ആ സ്പോട്ടിലുള്ള ഫിഷസ് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ഘടകങ്ങളൊക്കെ പല കെമിക്കൽസൊക്കെ ഉണ്ടല്ലോ അത് അതിലുണ്ടോ എന്ന് അറിയാൻ പറ്റുള്ളൂ. ഇപ്പോൾ തൽക്കാലം നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷസിന് അങ്ങനെ ഒരു അപകടം, അങ്ങനെ ഒരു റിസ്ക് ഇല്ല. നമുക്കൊരു കണ്ടിന്യൂസ് മോണിറ്ററിങ് അത്യാവശ്യമാണ്. അതിന് ഗവൺമെൻറ് ഒരു ടീമിനെ ഉണ്ടാക്കിയിട്ടുണ്ട്. കുഫോസ്, CIFT, CMFR, ഇൻകോയ്സ് അതുപോലെയുള്ള പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നുകൊണ്ടൊരു ടീം എനിക്ക് തോന്നുന്നത് കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ മെയിൻ ഇഷ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയിൽ ലീക്കേജാണ്. ഇപ്പോൾ ഇതുപോലത്തെ ഓയിൽ ടാങ്കേഴ്സാണ് മെയിനായിട്ടുള്ളത്. അപ്പോൾ ഒരു കപ്പലിൽ ഏതാണ്ട് 2500ഓളം ബങ്കർ ഓയിൽ ഉണ്ടെന്നാണ് ഇൻഫർമേഷൻ ഉള്ളത്. പിന്നെ ഒരു കപ്പലിൽ ഏതാണ്ട് 500 ടണ്ണോളം എന്താ പറയുക ക്രൂഡ് ഓയിൽ അതുപോലെയുള്ള പക്ഷേ ആ നമ്മുടെ പ്യുവർ ഓയിലാണെങ്കിൽ പിന്നെയും അതിൻ്റെ സാന്ദ്രത കുറവായതുകൊണ്ട് അത് ഫ്ലോട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഓയിലിന് സാന്ദ്രത ഏതാണ്ടോളം നമ്മുടെ കടൽ വെള്ളത്തോട് അടുത്ത് നിൽക്കുന്നതുകൊണ്ട് പിന്നെ വെതറിങ് പ്രോസസ്സൊക്കെ കുറേ നാൾ നിലനിന്ന് കഴിഞ്ഞാൽ ഇത് സിങ്ക് ചെയ്ത് പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ശരിക്കും ഒരു റിസ്ക്കാണ് ശരിക്കും. പക്ഷേ ഇത് ലോക്കലൈസ്ഡ് ഏരിയയിലാണ് ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുള്ളൂ റിസ്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മോണിറ്റർ ചെയ്യുമ്പോൾ മാത്രമേ ഈ എണ്ണ ഇപ്പോൾ ഒഴുകി പരന്ന് നമ്മുടെ തീരത്തേക്ക് വരുമോ, ഏതൊക്കെ ഭാഗങ്ങളിൽ അത് എത്തും എന്നുള്ളത് കണ്ടിന്യൂസ് മോണിറ്ററിങ് കൊണ്ടേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അതോറിറ്റീസ് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട് ക്വാളിറ്റി. അതുപോലെ തന്നെ നമ്മുടെ കൺസ്യൂമേഴ്സും ഫിഷർമെൻ ആവട്ടെ, മത്സ്യ വിപണനം ചെയ്യുന്നവരാവട്ടെ വിജിലൻ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇതുപോലെ എന്തെങ്കിലും ഒരു ക്വാളിറ്റി ചേഞ്ചസ് കാണുമ്പോൾ അധികൃതരെ അറിയിക്കുകയും അതിൻ്റെ ടെസ്റ്റിന് കൊടുക്കുക. അതുപോലുള്ള പിന്നെ അധികൃതർ നമുക്ക് കാലത്തോട് കാലത്തും തരുന്ന സൂചനകളുണ്ട്, ഇൻഫർമേഷൻസ്. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് സേഫായിട്ട് ഇത് തരണം ചെയ്യാൻ സാധിക്കും. നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ റിസ്ക് ഇല്ല, നമുക്ക് കഴിക്കാം. നമ്മളിപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഫിഷസ്. പക്ഷേ ഇതൊരു ലോക്കൽ ഇൻസിഡൻ്റ് ആയിട്ട് അവസാനിക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ ഇത് തുടരെ നമ്മുടെ തീരപ്രദേശത്ത് ഇതുപോലെയുള്ള ടാങ്കറുകൾ കത്തിപ്പിടിക്കുകയും ക്യാപ്സൈസ് ചെയ്യുകയും ചെയ്യുന്നത് വളരെ ഹൈ റിസ്ക് ആയിട്ടുള്ളൊരു സംഭവം തന്നെയാണ്. അത് ഒഴിവാക്കാൻ നമുക്ക് നമ്മുടെ അധികാരികൾ ശ്രദ്ധിക്കണം. അതുപോലെയുള്ള ഷിപ്പിംഗ് മേഖലകളിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ ഓയിൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മത്സ്യസമ്പത്തിനെ ബാധിക്കും. കാരണം ഇതിനു മുമ്പ് നടന്ന ഓയിൽ സ്പില്ലുകൾ നോക്കിക്കഴിഞ്ഞാൽ പക്ഷേ ആ സംഭവങ്ങളൊക്കെ തന്നെ 10,000 കണക്കിന് ടൺ ഓയിൽ ലീക്കായിട്ടുണ്ടായിരുന്ന വലിയ സംഭവങ്ങളാണ്. നമുക്കിപ്പോൾ അത്രയും ഹ്യൂജ് ആയിട്ടുള്ള റിസ്ക് ഇപ്പോൾ തൽക്കാലം എന്തോ ദൈവസഹായം കൊണ്ട് സംഭവിച്ചിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് മുമ്പ് നമ്മുടെ അനുഭവം വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഏതാണ്ട് 1 വർഷത്തോളം തന്നെ ഫിഷറീസ് ബാനും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അത് വളരെ സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. പക്ഷേ ഇതിപ്പോൾ ഒരു ചെറിയ തോതിലായതുകൊണ്ട് ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ എന്നാണ് നമുക്കിപ്പോൾ വിലയിരുത്താൻ സാധിക്കും. ഈ പറയുന്ന ഫെർണൈസ് ഓയിൽ അതുപോലുള്ള സാന്ദ്രത കൂടിയ ഓയിലുകളൊക്കെ ആണെങ്കിൽ ഈ പറയുന്ന മത്സ്യങ്ങളുടെ ചെകിളകളിലൊക്കെ പറ്റിപ്പിടിക്കുകയും അവരുടെ ഓക്സിജൻ്റെ അളവിനെ ബാധിക്കുക. അതുപോലെ പ്ലവകങ്ങളുടെ വളർച്ചയെ ബാധിക്കും. പ്ലവകങ്ങളാണല്ലോ മത്സ്യങ്ങളുടെ ഈ പെലാജിക് ഫിഷസിൻ്റെ മെയിനായിട്ടുള്ള ഫുഡ്. അപ്പോൾ അങ്ങനെ ആ ഭക്ഷ്യ ആവാസ വ്യവസ്ഥയെ കംപ്ലീറ്റ് ആയിട്ട് ബാധിക്കാൻ ശേഷിയുള്ളതാണ് ഈ വലിയ തോതിൽ ഇതുപോലെ ഓയിൽ സ്പില്ലായി കഴിഞ്ഞാൽ. പിന്നെ അത് മാത്രമല്ല, ഈ ഓയിലിൽ നിന്ന് പോളിസൈക്ലിക് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺസ് മുതലായിട്ടുള്ള കാർസിനോജനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ ശരിക്കും മത്സ്യങ്ങൾ പിന്നെ ഹെവി മെറ്റൽസ്, കെമിക്കൽസ് ഇതൊക്കെ ഒരു പ്രാവശ്യം നമ്മുടെ എന്താ പറയുക എക്കോസിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ബയോ അക്യുമുലേഷൻ എന്നുള്ള പ്രോസസ്സുണ്ട്, ബയോ മാഗ്നിഫിക്കേഷൻ, ബയോ അക്യുമുലേഷൻ. അത് വഴി ഇത് പല ലെവലിലുള്ള ഈ ഫുഡ് വെബിലുള്ള പല ഫിഷസിൽ അത് അക്യുമുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എസ്പെഷ്യലി കാർണിവോറസ് ഫിഷസ്, ട്യൂണ മുതലായുള്ള കാർണിവോറസ് ഫിഷസിൽ ഇത് കൂടുതലായിട്ട് ബയോ മാഗ്നിഫൈ ചെയ്ത് അവിടെ തന്നെ നിലനിൽക്കാൻ സാധ്യത. അപ്പോൾ വലിയ തോതിലുള്ള ഇതുപോലുള്ള പൊല്യൂഷൻ അത് കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുകയും വലിയ തോതിൽ പറയുന്ന പോലെ 10,000 ലിറ്ററൊക്കെ അങ്ങനെ ഹൈ റിസ്ക് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ആവാസ വ്യവസ്ഥയ്ക്ക് മോശം തന്നെയാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.